ഇന്നത്തെ വ്ളോഗ് കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ച വ്ളോഗാണ് കേട്ടോ. നമ്മുടെ രോഹിമീൻ മുട്ടത്തോരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അന്ന് എടുത്തതല്ല, അതിൻ്റെ പിറ്റേന്ന് എടുത്ത് വെച്ചതാണ്. ഇനി ഇതിപ്പോൾ ലേറ്റായി പോകാനുള്ള കാര്യം അത് കുറേ ഉണ്ട് കേട്ടോ പറയാനാണെങ്കിൽ. അതൊക്കെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തി പോകുന്നതാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വ്ളോഗിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അതായത് 2 വീക്ക് മുമ്പാണ് കേട്ടോ. അന്ന് ഞാൻ മുട്ടത്തോരൻ, അതായത് രോഹിമീൻ മുട്ടത്തോരൻ എന്നൊക്കെ പറഞ്ഞിട്ട് റെസിപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേന്ന് എടുത്ത വ്ളോഗാണ് കേട്ടോ. പിന്നെ നമ്മൾ വ്ളോഗൊക്കെ എടുക്കാനായിട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വന്നില്ലേ, അന്ന് എൻ്റെ ഫോൺ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. കാരണം അതിലേക്ക് ചാർജ് കയറണില്ല. ഞാനാണെങ്കിൽ ഫോണിലെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലേശം ചാർജായപ്പോൾ ചാർജ് കുത്താനായിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ ചാർജ് കുത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിലുണ്ടല്ലോ ഇതിലേക്ക് ചാർജ് കയറണ്ടായിരുന്നില്ല. പിന്നെ ആ ടൈമിൽ തന്നെ വേഗം സർവീസ് സെൻറ്ററിലേക്ക് വിട്ടു. അതായത് ഈ ഫോൺ മേടിച്ച സ്ഥലത്ത് തന്നെ അവരുടെ സർവീസ് സെൻറ്റർ ഉണ്ടായിരുന്നു. അങ്ങോട്ട് നേരെ പോയിട്ട് അപ്പോൾ ഇതൊക്കെ പറയണതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി നന്നാക്കി ക്ലീനാക്കിയൊക്കെ തന്ന മീനായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഇതെന്താ ചെയ്യണേന്ന് വെച്ചാൽ വലിയ വലിയ പീസസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെറുതാക്കി എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കത്രിക ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ബലമാണ് കേട്ടോ അതിൻ്റെ. പിന്നെ വന്ന് നെക്സ്റ്റ് കത്രിക എടുത്തു കേട്ടോ. നെക്സ്റ്റ് കത്രിക എന്ന് പറയുമ്പോൾ നല്ല ബലമുണ്ട്, പക്ഷേ അതിന് മൂർച്ചക്കുറവുണ്ട് കേട്ടോ. എന്നാലും സാരമല്ല, നമ്മൾ ഭയങ്കര ബലമൊക്കെ പിടിച്ചിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് എന്താണ് പറഞ്ഞത്, എൻ്റെ ഫോണിൻ്റെ കംപ്ലയിൻറ്റ്. അങ്ങനെ നേരെ സർവീസ് സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. അവരെന്തോ കേബിളൊക്കെ കൊടുത്ത് ചാർജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെന്തൊക്കെയോ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചാർജൊക്കെ കയറണാണ്ട് തിരിച്ച് സന്തോഷത്തോടു കൂടി വീട്ടിലൊക്കെ വന്ന വഴിക്ക് ബർഗർ, പിന്നെന്താണ് വേറെ എന്തോ ഐറ്റം മേടിച്ചല്ലോ, ഞാൻ മറന്നുപോയി, സാൻഡ്വിച്ച്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മേടിച്ച് വന്ന് അതിൻ്റെ വ്ളോഗൊക്കെ എടുത്ത് ഇങ്ങനെ പിടിച്ചിങ്ങനെ പോകായിരുന്നു കേട്ടോ. പിന്നെ ചാർജ് തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെയും ചാർജ് ചെയ്യാനായിട്ട് ഇങ്ങനെ കുത്തി നോക്കിയപ്പോൾ പിന്നെയും ചാർജ് കയറണില്ല. അങ്ങനെ നമ്മളുണ്ടല്ലോ ആ ഫോൺ എടുത്തുകൊണ്ട് രണ്ടാമതും പെരുമ്പാവൂർക്ക് പോവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 9-10 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട്. അങ്ങനെ ചടപടിയിൽ നമ്മൾ പെരുമ്പാവൂർ മാത്രമല്ലാണ്ട് നമ്മൾ പോണ വഴിക്കുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ മൊബൈൽ ഷോപ്പൊക്കെ കാണും. അതായത് സർവീസ് സെൻറ്ററോട് കൂടിയിട്ടുള്ള മൊബൈൽ ഷോപ്പൊക്കെ കാണുമല്ലോ, അവിടെയൊക്കെ നമ്മളിങ്ങനെ കയറി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതിന് എന്താ കംപ്ലയിൻറ്റ്, എന്താ പറ്റിയെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ അവർ പറഞ്ഞു ഇതിൽ ചെറിയ രീതിയിൽ വെള്ളം കയറിയിട്ടായിരിക്കാം ഇങ്ങനെ കാണിക്കണേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് നേരം എടുക്കും ഇത് നന്നാക്കി തരാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇതിൻ്റെ ഷോപ്പിലേക്ക് തന്നെ വിട്ടു. പക്ഷേ രണ്ടാമത് ഞാൻ ചെന്നപ്പോൾ ഇതിൻ്റെ ഷോപ്പിലേക്കല്ല കേട്ടോ പോയത്. അതായത് ഇത് മേടിച്ച ഷോപ്പിലേക്കല്ല പോയത്, വേറൊരു ഷോപ്പിൽ, അതായത് ഇതിൻ്റെ മെയിൻ സർവീസ് സെൻറ്ററിലേക്ക്. അതായത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഐഫോണാണ് കേട്ടോ. അപ്പോൾ ഐഫോണിൻ്റെയൊക്കെ ഒരു സർവീസ് സെൻറ്റർ ആകുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് കാര്യങ്ങളൊക്കെ അറിയാലോ എന്നൊക്കെ കരുതിയിട്ട് ആ ഷോപ്പിലേക്ക് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ സെയിം കംപ്ലയിൻ്റ് ഒക്കെ തന്നെയാട്ടോ പറഞ്ഞത്. പിന്നെ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ അവർ ഈ വയർലെസ് ചാർജർ വെച്ച് എനിക്ക് ചാർജ് കയറ്റി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലെന്തോ മാറ്റാനുണ്ടായിരുന്നു, അതായത് ചാർജിങ് പോർട്ടിൽ എന്തോ സംഭവം മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അത് വേറെ സ്ഥലത്തു നിന്ന് വന്നിട്ടൊക്കെ വേണം, കുറച്ച് ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞു. ആ വയർലെസ് ചാർജറിലിട്ട് കുറച്ച് ചാർജ് കയറ്റി ഇങ്ങോട്ട് പോന്നു കേട്ടോ. ആ ചെറിയ ചാർജറിലിട്ടാണ് ഞാൻ അന്നത്തെ ഷോർട്സൊക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തത്. അപ്പോൾ പിന്നെ അതേ ഞാൻ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ. പിന്നെ തക്കാളിയും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫോണായിട്ട് തിരിച്ച് വീട്ടിലേക്കൊക്കെ വന്നിട്ടോ. തിരിച്ച് വീട്ടിലൊക്കെ വന്ന് ഭയങ്കര സങ്കടമാണ് കേട്ടോ അന്നത്തെ ദിവസം. അങ്ങനെ ഇരുന്ന് പിന്നെ ഫോണിലൊന്നും നമ്മൾ ചെക്ക് ചെയ്യണില്ല കേട്ടോ. നമ്മൾ ചെക്ക് ചെയ്യുന്നതോറും ചാർജ് ഇങ്ങനെ കുറഞ്ഞു പോകുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 10-10 ആയപ്പോൾ നമ്മൾ ഇന്ന് വെറുതെ ഇരുന്നുകൊണ്ട് ഒന്ന് ചാർജ് ചെയ്ത് നോക്കി. കയറാണെങ്കിൽ കയറുമോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയപ്പോഴല്ലോ അതിലിങ്ങനെ ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സമാധാനമായിട്ടോ എൻ്റെ ഫോണിൻ്റെ കംപ്ലയിൻ്റൊക്കെ മാറിയെന്ന് ഓർത്ത് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന് പിറ്റേന്ന് നേരം വെളുത്തപ്പോഴും ഞാനിങ്ങനെ പറ്റാവുന്ന രീതിയിൽ ഷോർട്സൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ വരായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ വൈകുന്നേരം ആയപ്പോൾ പിന്നെയും ആ പഴയ കംപ്ലയിൻറ്റ് കാണിക്കുന്നു. പിന്നെയും ചാർജ് കയറാനുള്ള. പിന്നെ നേരെ സന്ധ്യ പറയായിട്ടുണ്ടായിരുന്നു. ആ സന്ധ്യ സമയത്ത് ഞാൻ ഈ ഫോണും കൊണ്ട് ആ സർവീസ് സെൻറ്ററിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഒരു 2-2.5 മണിക്കൂറോളം ഞാൻ ആ ഷോപ്പിൽ നിന്നിട്ടുണ്ട് അവർ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ. സത്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ ടൈമിൽ ഞാൻ ഈ ഫോൺ കൊണ്ട് പോകുന്ന നേരത്തെ അവർ ഈ ഫോൺ ഇവിടെ വെച്ചുകൊണ്ട് പോയിക്കോ, ഞങ്ങൾ ശരിയാക്കിയിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റെ ഫോണുണ്ടല്ലോ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്, ഒരു പാട്ടാണ് സത്യം പറഞ്ഞ ഈ ഫോണെന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ വയ്ക്കാൻ തോന്നിയില്ല. എനിക്ക് ഈ ഫോൺ ഇരിക്കണോടത്ത് എനിക്കും ഇരിക്കണം, അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റാണ് കേട്ടോ എനിക്ക് ഈ ഫോൺ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്ത് പോണതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു തോട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഒരു സന്ധ്യയായി. പിന്നെ ഒരു 8-8:30 ആയപ്പോഴാണ് പിന്നെ തിരിച്ച് വന്നത് കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, വീഡിയോസൊക്കെ എടുത്ത് പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ആകെയുള്ളൊരു ഡൗട്ട് എന്ന് പറയുന്നത്, എൻ്റെ ഡൗട്ടാണെങ്കിൽ ക്ലിയർ ചെയ്താനും ആരുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ഏതെങ്കിലും ടെക്ക് പരമായിട്ടൊക്കെ ചാനൽ കൊണ്ടുപോകുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ എൻ്റെ ഈ സംശയത്തിനുള്ള ഉത്തരം ഇവിടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പൊതുവെ ഐഫോണിനൊക്കെ എത്ര വെള്ളം കയറിയാലും കുഴപ്പമില്ല എന്നൊക്കെയല്ലേ കമൻറ്റ് പറയുന്നത്. അതായത് വെള്ളത്തിൻ്റെ അടിയിൽ പോയി വരെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം കയറിയിട്ടില്ല, ഒരു പ്രശ്നം കാണിച്ചിട്ടില്ല. ഇതെങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ടാണ് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും, ഇപ്പോൾ ഇതൊരു ഇലക്ട്രിക് ഡിവൈസ് ആണല്ലോ, എങ്ങനെ വേണമെങ്കിലും കംപ്ലയിൻറ്റ് വരാം.
അപ്പോൾ അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ രോഹുമീൻ്റെ കറിയിലേക്ക്, അതായത് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 3/4 തേങ്ങയോളം, അതായത് ഒരു തേങ്ങയുടെ പകുതി, ആ പകുതി തേങ്ങയുടെ 3/4 കേട്ടോ ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ഇതുണ്ട്, കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം പൊടിച്ചെടുക്കും, വന്നിട്ടാണ് അരച്ചെടുക്കുന്നത്. കാരണം കുറേ നാളായിട്ടോ എൻ്റെ മിക്സിയൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സുജാതയുടെ മിക്സിയാണ് കേട്ടോ. പക്ഷേ കുറേ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു മിക്സിയും കൂടിയാണ് കേട്ടോ. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും കാണില്ല. പിന്നെ കുറേ കാലം ജാറ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്ലേഡിനൊക്കെ മൂർച്ചക്കുറവ് വരാം, അത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ ബ്ലേഡ് ജസ്റ്റ് ഒന്ന് മാറിക്കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ ഈ സുജാത എന്ന് പറയുന്നത്. ഇതിൻ്റെ ജ്യൂസ് അടിക്കുന്നതും ഉണ്ട്, അത് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലതാണ്, അടിപൊളിയാണ്. പൊടിക്കാനുള്ളതും ഉണ്ട്, അരയ്ക്കാനുള്ളതും ഉണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് അടിക്കുന്നതും ഉണ്ട്. അപ്പോൾ ഇന്ന് തേങ്ങാപ്പാൽ വെക്കുന്നതുകൊണ്ട് തന്നെ 2 തരത്തിൽ പാലങ്ങോട്ട് എടുത്തിട്ടുണ്ട്, 1-ാം പാല് 2-ാം പാല്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3/4 കിലോത്തോളം രോഹുമീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അത് കറി വെക്കണതിലേക്ക് അങ്ങോട്ട് കിടക്കാം. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി ഇല്ല, ഇഞ്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇഞ്ചി മാത്രമാണ് മീൻകറികളിൽ വയ്ക്കാറ്, വെളുത്തുള്ളി പണ്ട് ഒടുങ്ങി ഇടാറില്ല. പിന്നെ തക്കാളി, പിന്നെ കറിവേപ്പില, പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ തേങ്ങാപ്പാലിൽ ചേർത്ത് കറി വെക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഫസ്റ്റിലെ തന്നെ ഇങ്ങനെ താളിപ്പ് ഉണ്ടാക്കുന്നത്. താളിപ്പ് മീൻസ് ഉലുവയൊക്കെ ഇട്ടിട്ട് ഈ ഉള്ളിയൊക്കെ ഇട്ട് ഇങ്ങനെ മുരിച്ചെടുക്കുക. അല്ലായിരുന്നെങ്കിൽ ഞാൻ തേങ്ങ അരച്ചാണ് കേട്ടോ ചേർക്കുന്നത്. തേങ്ങ അരയ്ക്കുമ്പോൾ പൊടികളൊക്കെ ഞാൻ ആ തേങ്ങയിലിട്ടിട്ട് ഒറ്റ അരിപ്പാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ആ അരിപ്പ് ചട്ടിയിലിടും. ഇതിന് മുമ്പ് എൻ്റെ വ്ളോഗൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ അതിൽ മീൻകറി എങ്ങനെയാണ് വെച്ചേക്കണേന്നുള്ളത്. പക്ഷേ തേങ്ങാപ്പാലുണ്ടാക്കുമ്പോൾ ഫസ്റ്റിലെ തന്നെ ഞാൻ ഇങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് ചിക്കിയൊക്കെ എടുത്തിട്ടാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ് ഉണ്ടാക്കണേ കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കരിഞ്ഞ് പോകാണ്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതേ തക്കാളിയും കൂടി ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെയല്ല, മറ്റേത് വെന്ത് വഴഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ തക്കാളി ആഡ് ചെയ്തത്. അങ്ങനെ തക്കാളിയും കൂടി ഇട്ട് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു നാടൻ മീനായതുകൊണ്ട് ഉണ്ടല്ലോ, നാടൻ മീൻ കറികൾക്ക് എപ്പോഴും കൊച്ചുള്ളി ആട്ടോ ഏറ്റവും നല്ലത്. സവാള ഉപയോഗിക്കാണ്ടിരിക്കലാണ് ബെറ്റർ. ഇപ്പോൾ എൻ്റെ കൊച്ചുള്ളിക്ക് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തക്കാളി ഇട്ടപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടായിരിക്കണം. അങ്ങനെ അതേ പൊടികളൊക്കെ ഇടാനുള്ള ടൈമായപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കായപ്പൊടി എടുക്കണമെന്ന് നോക്കിയപ്പോൾ കായപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊതുവേ ഞാൻ മീൻകറികളൊക്കെ വയ്ക്കുമ്പോൾ കായപ്പൊടി ഇടാറുള്ളതാണ്, പക്ഷേ ഇന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ 3 പൊടികൾ മാത്രമാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം കുറച്ചിങ്ങനെ കുക്കായി വന്നില്ലായിരുന്നു കേട്ടോ, ഒരു പെർഫെക്ഷൻ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒഴിക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ. ഞാൻ കുടപ്പുളി സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പുളിവെള്ളമാണ് ആദ്യം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പുളി അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. ഈ പുളിവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ആ മസാല ഒന്ന് നല്ല കുറുക്കി ഇങ്ങനെ എടുക്കണം. അതായത് ആ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി നമ്മൾ ഇട്ടിട്ടില്ലേ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കിടന്നിട്ട് ഈ പുളിവെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് ഒരു പരിവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പുളിവെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 2-3 തവണ ഞാൻ ഈ പുളിവെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൂടി വയ്ക്കും. ഒരു പ്രാവശ്യം പുളിവെള്ളം ഒഴിക്കും, പിന്നെ മൂടി വയ്ക്കും. പിന്നെ അത് വറ്റി കഴിയുമ്പോൾ 2ാമത് പുളിവെള്ളം ഒഴിക്കും, എന്നിട്ട് മൂടി വയ്ക്കും. പിന്നെ 3ാമത് പുളിവെള്ളം ഒഴിക്കും. അങ്ങനെ 2-3 തവണ ഇങ്ങനെ കുറേശ്ശെ പുളിവെള്ളം ഒഴിച്ച് ആ മസാലയൊക്കെ ഒന്ന് വെന്ത് വയറ്റി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മസാലയായിട്ട് ഇങ്ങനെ കുറുകിയ പരുവത്തിൽ ഇങ്ങനെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പുളിവെള്ളം ഇങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ സെറ്റാക്കി എടുത്തത് കേട്ടോ. ശേഷം ഞാൻ സെക്കൻഡ് പാലാണ് ഒഴിച്ചു കൊടുത്തത്. ആദ്യം സെക്കൻഡ് പാൽ ഒഴിക്കണം. സെക്കൻഡ് പാൽ ഒഴിച്ച് ഒന്ന് തിള വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ മീനിൻ്റെ പീസസിന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ഇതിപ്പോൾ ഞാൻ 3 തവണയായിട്ട് പുളിവെള്ളം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തില്ലേ, നിങ്ങൾക്കിപ്പോൾ 2 തവണയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ആ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങും മസാലയിലേക്ക് നന്നായിട്ട് പുളി ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ മീൻകറി വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ മീനിലേക്ക് നന്നായിട്ട് ഇങ്ങനെ പുളി ഇറങ്ങും. നല്ല ടേസ്റ്റാണ്. മാത്രമല്ല നമ്മളിങ്ങനെ കറി വയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാനിങ്ങനെ തേങ്ങാപ്പാലിലാണല്ലോ കറി വയ്ക്കുന്നത്. പൊതുവേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് തേങ്ങാപ്പാലിൽ ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ കുറുകുറുപ്പ് കിട്ടൂല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ കറി വയ്ക്കുകയാണെങ്കിലുണ്ടല്ലോ തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചാലും നന്നായിട്ട് കുറുകുറുപ്പൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല അതിൽ നല്ല പുളിയൊക്കെ പിടിച്ചിട്ട് ഈ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എങ്ങനെയാണ് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വരെ എനിക്കറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം 2ാം പാൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് തിളച്ച് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. മീനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂടി തുറന്നൊക്കെ നോക്കണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1ാം പാൽ കുറച്ചായിട്ടുണ്ടാകുന്നുള്ളൂ, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കൂടി ഇങ്ങനെ അടച്ച് വെച്ച് തിളയ്ക്കുക. തിള പൊങ്ങുന്ന ടൈമിൽ ആ മൂടി അങ്ങോട്ട് മാറ്റണേ. മൂടി മാറ്റിയാൽ പിന്നെ കുറച്ചിട്ടിട്ട്, അതായത് ലോ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ തിളച്ച് ഇങ്ങനെ വറ്റി ആ ചാറ് അങ്ങോട്ട് കുറുക്കും കേട്ടോ. ഇപ്പോൾ ചാറ് ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചാറ് കുറുക്കുമ്പോൾ തന്നെ നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഈ ടൈമിൽ കയ്യിലൊന്നും അതിൽ യൂസ് ചെയ്യരുത്. കയ്യിലിട്ട മീനൊക്കെ ഇങ്ങനെ വെന്തിരിക്കുന്ന മീനല്ലേ, അപ്പോൾ അതിൻ്റെ ബോഡിയൊക്കെ വിട്ടുപോകും. മുള്ള് വേറെ ബോഡി വേറെ ആ
ലെവലിൽ കിടക്കും. അതുകൊണ്ട് വെന്ത് കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് കയ്യിൽ കൊണ്ടുവരേ ചെയ്യരുത് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചട്ടി വെച്ച് കടുകൊക്കെ ഒന്ന് താളിച്ചെടുക്കുകയാണ് കേട്ടോ. കടുകല്ല ഞാൻ താളിക്കുന്നത്, ആക്ച്വലി ഉലുവയാണ്. സത്യം പറഞ്ഞാൽ ഈ മീൻ ഫസ്റ്റിൽ ഞാൻ താളിപ്പുണ്ടാക്കിയില്ലേ, ആ താളിപ്പിൽ ഞാൻ ഉലുവ കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ലാസ്റ്റ് ഒരു ചെറിയ താളിപ്പും കൂടി ഉണ്ടാക്കുന്നുണ്ട്, അതിലും ലേശം ഉലുവ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 തവണ ഉള്ളിയിട്ട് ഇതുപോലെ താളിക്കുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം നമ്മൾ താളിക്കും വേണ്ടില്ല, അതിനനുസരിച്ചിട്ടുള്ള ഉലുവ കുറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത് ഇതുപോലെ താളിപ്പ്, അതായത് ലാസ്റ്റ് മീനൊക്കെ കുക്കായി വരുമ്പോൾ ഞാൻ താളിപ്പ് ഉണ്ടാക്കില്ല, ആ സമയത്ത് അതിനനുസരിച്ച് കുറച്ച് അങ്ങോട്ട് ചേർത്താൽ മതിയാവും. അങ്ങനെ ഞാൻ താളിപ്പ് കയ്യിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ താളിപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീൻകറി ഇളക്കാൻ നിൽക്കരുത് കേട്ടോ, അത് അങ്ങനെ തന്നെ മൂടി വയ്ക്കണം. സത്യം പറയുകയാണെങ്കിൽ ഞാൻ അറിയാണ്ട് ഇളക്കിപ്പോയി, അതുകൊണ്ട് ആ താളിപ്പൊക്കെ അങ്ങോട്ട് കലർന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ താളിപ്പ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ അത് ഇളക്കരുത്, ആ മൂടി വയ്ക്കും. അപ്പോൾ ഉണ്ടല്ലോ ആ സ്മെല്ലൊന്നും പുറത്തേക്ക് പോകില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും അത് നമ്മൾ കഴിക്കാൻ നേരത്തെ എടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചേക്കട്ടോ. ഇതിപ്പോൾ ഞാനാണെങ്കിൽ കലക്കിപ്പോയിട്ടുണ്ട്, ഏതായാലും അറിയാണ്ട് കലക്കിപ്പോയതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും സാരമല്ല. അപ്പോൾ എൻ്റെ മീൻകറി എന്തായാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പുട്ട്, അപ്പം, പത്തിരി അങ്ങനെയുള്ള ഐറ്റംസ്, ചോറ് എല്ലാത്തിനും പോകുന്ന അടിപൊളി കറിയാണ് കേട്ടോ. തേങ്ങാപ്പാലിലൊക്കെ കറി വെച്ചതല്ലേ, അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അത് തണുക്കാൻ വെക്കണം. ഇപ്പോൾ മീൻകറിയൊക്കെ വെച്ചിട്ട് അതായത് ഇന്ന് വൈകിട്ട് നമ്മൾ മീൻകറി വെക്കുകയാണെങ്കിൽ അത് നാളെ രാവിലെ എടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ പെർഫെക്ഷൻ, നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതേ രോഹുമീൻ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ തല നോക്കി തന്നെ എടുക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ ചൂടൊന്നും അറിയിട്ടില്ല, ഇത് കുറച്ചും കൂടി ചൂടാറാണെങ്കിൽ ഇതിൻ്റെ ചാറൊക്കെ ഒന്നും കൂടി കുറുകിയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ചാറിന്. അപ്പോൾ നമ്മൾ അതിൻ്റെ തല തന്നെ നോക്കി ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. തലേനെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ രക്ഷയില്ല മക്കളെ, നല്ല അടിപൊളി ടേസ്റ്റാണ്. പൊതുവെ ഈ നാടൻ മീനിൻ്റെ തലയ്ക്കൊക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ, നമ്മളിങ്ങനെ എടുത്തപ്പോൾ നല്ല ചൂടാണ്. നാടൻ മീനാണെങ്കിലും ഇത് നമ്മുടെ നാടൻ ബ്രാലൊക്കെയല്ലേ, അതിൻ്റെയൊക്കെ ബോഡി പോലെയൊക്കെ ആട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ നല്ല വഴുവഴുപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ക്ലീൻ ചെയ്താട്ടോ കൊണ്ടുവന്നത്, അതുകൊണ്ട് എനിക്ക് പകുതി പണിയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തലയ്ക്ക് ഒരു രക്ഷയില്ല മക്കളെ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മേടിച്ച് ഒരു ദിവസം കറിയൊക്കെ വെച്ച് നോക്കാം കേട്ടോ. ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇന്നത്തെ വ്ളോഗ് കൂടെ സ്റ്റോപ്പ് ചെയ്യണം മക്കളെ. ഇനി മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഓക്കെ, ബായ്.